ആളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. എന്താണ് നടന്നതെന്ന് ഞാൻ വളരെ പൊതിഞ്ഞാണ് പറഞ്ഞത്. നിന്റെ ഫോളോവേഴ്സെന്നും നിന്റെ ഗുണ്ടകളെയും എന്നെ ആക്രമിക്കാൻ വിടുമ്പോ ഓർത്തുകൊള്ളുക, ഞാൻ 90 പറയൂ, 10 ഞാൻ പിടിക്കും. പക്ഷെ എന്നെ കൊണ്ട് 100 പറയിക്കുന്നത് നീ തന്നെയാണ്. ഇത് നീ ഉണ്ടായിരുന്നു, ആ എവിഡൻസ് കിട്ടി, ഞാൻ പബ്ലിഷ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്നറിയാം, പക്ഷെ വിശ്വസിക്കണം. ചേച്ചി പറയുന്നത് വളരെ സത്യമാണ്. ചേച്ചി ഇത് വോയിസ് കേൾക്കുമെങ്കിൽ അത് ഓക്കെ, ചേച്ചി എടുത്ത് പബ്ലിക് ചെയ്തു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ്. ഇവിടെ നടക്കുന്ന ഈ ബാർ, ഡാൻസ്, സ്പാ, ഇതിന്റെയൊക്കെ മറവിൽ വെറും ഗോൾഡ് ബിസിനസ്സും മയക്കുമരുന്നും കച്ചവടവും മാത്രമാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ ഇവളടുത്ത് പോയിട്ടുള്ളവരാണ്. ഈ രേണുസുതി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തും ഡ്രഗ് മാഫിയയും തന്നെയാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ. ഇവിടെ ഇവൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട് ഈ റാസൽ കൈമിൽ വന്നിട്ട് എത്ര അവന്മാർക്കാണ് കിടന്നു കൊടുത്തിട്ടുള്ളതെന്ന് ചേച്ചിക്ക് അറിയോ? ഇവള് ശരീരം വിൽക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരുന്നതാണ്. പിന്നെ അവരുടെ മെയിൻ ആവശ്യം അതാണ്. പിന്നെ ശരീര വിൽപ്പന, അതായത് വേശ്യാവൃത്തി. ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതായി എന്റെ രണ്ട് സുഹൃത്തുക്കൾ കട്ടായം ഇവളടുത്ത് പോയിട്ടുള്ളവരാണ്. അവര് കാര്യം അവന്മാര് ഇവളുടെ ഇതും ഭ്രമവും കണ്ടിട്ട് മറ്റേ എന്തോ സെലിബ്രിറ്റി എന്നുള്ള തേങ്ങ, പിന്നെ ഇവളെ വയറും കണ്ടിട്ട് പോയവന്മാരാണ്. അവന്മാര് പറയുന്നുണ്ട് ഇവള് തുണി അഴിച്ചിട്ട് നിന്ന് കഴിഞ്ഞാല് ആ വയറ് മാത്രമേ ഉള്ളൂ, 2 അസ്ഥികൂടം പോലത്തെ കാലുണ്ട്. ഇവള് അത്രമാത്രം ക്യാഷ് കൊടുത്തിട്ട് അത്ര സ്പെഷ്യൽ സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് ആ പാപ്പിലോണിന്റെ അവന്മാര് ഇവളെ ഇവിടെ ഇറക്കിയേക്കണത്. അത്രക്ക് മോശം അഭിപ്രായം എന്നെ പറ്റി? അത്രക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായം. ഓൾറെഡി ക്യാച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് ഓരോ നൈറ്റിന് ഇത്ര രൂപയാന്നും പറഞ്ഞിട്ട് വില പേശിയിട്ടാണ് ഇവിടെ വരുന്നത്. മോളെ ചേരിപ്പൂരി അടിക്കാൻ വേറെ ഒന്നല്ല, അവളെ പ്രമോഷൻ. ഇവിടെ എന്ത് പ്രമോഷൻ? ഇവിടെ മലന്ന് കിടന്ന് കൊടുത്തിട്ട് കാശുണ്ടാക്കിട്ട് പോയതോ? അതാണോ കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി? ആരും കണ്ടില്ല. എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയേ. ഈ കേസിൽ നമ്മൾ ഒതുങ്ങേ ഉള്ളൂ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.